ഹലോ ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഷംലി സാം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ അനിയത്തി ഗൾഫിൽ നിന്ന് വരുന്ന വീഡിയോ ആണ് കേട്ടോ. അവളെ കുറേ പേർക്കൊക്കെ അറിയാം, ചിഞ്ചു. അവിടെ നിന്നുള്ള വീഡിയോസിലും നാട്ടിലുള്ള വീഡിയോസിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ എളാപ്പാൻ്റെ ആളാണ്. അപ്പോൾ അവൾ നാട്ടിൽ വന്ന് കുറേ വിശേഷങ്ങൾ, അതുപോലെ തന്നെ പെട്ടി തുറക്കലും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. പിന്നെ നമ്മുടെ ഫെല്ലക്കുട്ടിക്ക് കുറേ ഗിഫ്റ്റുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊക്കെ അടങ്ങുന്ന ഒരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ ഇന്നത്തേത്. അപ്പോൾ പേരക്കുട്ടിയെ കാത്തിരിക്കുന്ന വല്യമ്മ, സിയ, തനു, സയാൻ, പെല്ലക്കുട്ടി എല്ലാവരും ഉണ്ട്. അവരിപ്പം എത്തും കേട്ടോ. എല്ലാ ചിഞ്ചുതാത്ത വരുന്നുണ്ട്, എല്ലാ ചിഞ്ചുതാത്ത വരുന്നുണ്ട്. അവൾക്ക് എന്ത് ചിഞ്ചുതാത്ത പോവന്നാവോ? ചിഞ്ചു അവളെ കാട പൂതി വെച്ച് വരികയാണ്. അവള് പോവില്ല മിക്കവാറും. ഹായ്, ഇതെന്താണ്? ഇതെന്താ? അല്ലമ്മ, വീഡിയോ ആണ്. ഇപ്പം ഞാൻ പറയാം. മഴ കണ്ടിട്ടാണ് ഇമ്പന്ന് അറിയണത്. വരണ്ടാ? എവിടെ മഴ പെയ്യുന്നുണ്ടാ? മഴ പെയ്യുന്നുണ്ടാ പൊന്നു? ഹായ്, മഴ മഴ കുട കുട. ഇതെന്താ തസ്ബിയാ കഴുത്തിലിട്ടിട്ട്? നല്ല ഇഷ്ടമാണ്. അതാ കോട്ടുമായിരുന്നു. കഴുത്തിലെന്താ മാല? ഇവിടെ മാല ഇവിടെ. ഹായ്, നല്ല ഇഷ്ടമുണ്ട്. നോക്കണമല്ല എല്ലാ എല്ലാ സൗണ്ട് കേൾക്കുന്നുണ്ട് വണ്ടീന്റെ. അന്ന പാക്കയെ പാട്ട് കേട്ട അപ്പ തുടങ്ങും ഡാൻസ്. പാടാനറിയില്ല. ഡാൻസ് കളിച്ചേ? ഹലോ, ഡാൻസ് കളിച്ചാ? ഇല്ലം മിനട്ടി ഇല്ലം മിനട്ടി. അതെന്ത് ഡാൻസാ? എവിടെ വണ്ടി വരണണ്ടാ? ആ ഫെല്ല 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 ചിഞ്ചുതാത്ത വരണേ, ചിഞ്ചുതാത്ത വരണേ. വരണുണ്ട്. അവളെടുത്തടി അനുവ. ഫസ്റ്റ് തന്നെ ചിരിച്ചിരിക്കണ ആരാ നോക്ക്? റജിംഷ ജാസ്മിൻ. ഏയ്, ദുബായ്ക്കാരി എത്തിയേ. വെൽക്കം ജോട്ടി, നൈസ് ടു മീറ്റ് യു. ഈ മഴയത്ത് വെള്ളമൊക്കെ ഇട്ടിട്ടാണ് വന്നിക്കണല്ലേ. ചിരിക്കേ, അവൾക്ക് തന്നെ അറിയോ മര്യാദ? അത് വന്ന് ഇത് വളരെ അത്ഭുതകരമായിരിക്കുന്നല്ലോ. എല്ലാം അതാരാ? കുയിക്കടല്ല, ഞാൻ വിചാരിച്ചു പോവൂലെന്ന്. ഭയങ്കര ഡാൻസും പാട്ടൊക്കെ ഇരുന്നല്ലോ വണ്ടിയില്. ഇമ്മേ മുന്നേക്ക് എടുക്കല്ലടാ, മുന്നേക്ക് വരണേ. അല്ല, നിങ്ങളും പോയി വന്നതാണ്? ഗൾഫിൽ പോയി വന്നാ? കുട്ടിനെ ആദ്യമായിട്ട് കാണുന്ന പോലെ ഉണ്ട്. ഇന്ന് രാവിലെ പോകുമ്പോ കൊണ്ടുപോകാൻ നോക്കിയതാണ്, പക്ഷെ അവള് പോയില്ല. അവള് വിളിച്ചു പോപ്പിമ്മ വണ്ടി കയറ്റി, പക്ഷെ പോയില്ല. ചിഞ്ചു എങ്ങനെ ഉണ്ടായിരുന്നു? യാത്രയൊക്കെ അടിപൊളിയായിരുന്നോ? പുതിയാപ്പിളനെ കൊണ്ടുവരാതെ വന്നതാണ്. പുതിയാപ്പിള വേണേ വന്നോളൂ അല്ലേ?
എന്തടി ആരതാണ് ഈ സ്പെഷ്യൽ ചെരുപ്പ്? അത് ക്രോക്സ് ആണ് ഒറിജിനല്. അല്ലടാ സയാൻ അപമാനിച്ചു കഴിഞ്ഞെങ്കിൽ ഞാൻ അങ്ങോട്ട് പോയിക്കോ. എന്ത് അവള് വാങ്ങിയതിന് അവളെന്നെ അപമാനിക്കണ്. തൊട്ടിട്ട് ചിഞ്ചൈൻ്റെ കൂടെ സത്യോ അങ്ങോട്ട് നോക്കി ഒരു കുഴപ്പമില്ലല്ല. ഞാൻ വിചാരിച്ചു പോവൂലാന്ന്. അതിനോൾക്ക് ഒരാളെ പരിചയം അധികം ആയിട്ടില്ലല്ലോ, അവളെ പരിചയം പിന്നെ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ നിന്ന് വന്നിട്ട് പോയിട്ടില്ലല്ലോ. ഭയങ്കര കരച്ചില്. അന്ന് പിന്നെ മൂടില്ലായിരുന്നു വയ്യാഞ്ഞിട്ട്. ചിഞ്ചുവിൻ്റെ പെട്ടി തുറന്നപ്പോൾ കാര്യമായിട്ടുള്ളത് നമ്മുടെ ഫെല്ലക്കുട്ടിക്കുള്ള ഗിഫ്റ്റുകളായിരുന്നു കേട്ടോ. അവൾക്ക് ഫെല്ലക്കുട്ടി എന്ന് വെച്ചാൽ ജീവനാണ്. എപ്പോൾ വരികയാണെന്നുണ്ടെങ്കിലും ഫെല്ലക്കുട്ടിക്ക് ഒരുപാട് ഗിഫ്റ്റായിട്ടേ വരുള്ളൂ. ഗൾഫിൽ നിന്നുള്ള വീഡിയോസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എപ്പോൾ ഫെല്ലക്കുട്ടിനെ കാണാൻ വരുമ്പോഴും ഡ്രസ്സും ഗിഫ്റ്റുകളൊക്കെ ഉണ്ടാവും കേട്ടോ. അതുപോലെ തന്നെ അവളുടെ ബർത്ത്ഡേക്കും നല്ല ഭംഗിയുള്ളൊരു പിങ്ക് കളർ ഡ്രസ്സൊക്കെ അവൾ തയ്പ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇത്തവണ ഒരുപാട് ഗിഫ്റ്റുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. കാര്യമായിട്ട് ഡ്രസ്സുകളാണ്. അപ്പം നിങ്ങൾക്ക് കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഞാൻ. അപ്പോൾ പെട്ടി തുറക്കലൊക്കെ കഴിഞ്ഞിട്ട് ഫെല്ലക്കുട്ടിക്ക് കുറേ ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ചിഞ്ചു. ഒരു ടോയ് ടാബും കൊണ്ടുവന്നിട്ടുണ്ട്. ഡ്രസ്സുകൾ ഞാൻ കാണിച്ചു തരാം. ഡ്രസ്സുകൾ കാണാൻ ചിലർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കുറേ ഉണ്ട്. ഓരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം. ഷീനിൻ്റെ തട്ടോ. ഷീന് ഞങ്ങൾ അവിടുന്ന് അവൾക്ക് അവിടെ ആയിരുന്ന സമയത്ത്, ഗൾഫിലായിരുന്ന സമയത്ത് കൂടുതലും ഷീനിൽ നിന്നായിരുന്നു പർച്ചേസ് ചെയ്തിട്ടുണ്ടായത്. നല്ല അടിപൊളി ഡ്രസ്സുകൾ ഉണ്ടാവും അതിൽ. അത് കാണിച്ചു തരാം. കുറച്ച് മിഡികളുണ്ട്, ട്രൗസറുകളുണ്ട് കേട്ടോ. മിഡി, കുഞ്ഞു മിഡി. ഇപ്പോൾ സൈസ് ഇച്ചിരി കൂടുതലാണ്. കുറച്ചും കൂടെ ഒക്കെ കഴിഞ്ഞാൽ ഇടാൻ പറ്റും. ഇതിൻ്റെ പിങ്ക് ഉണ്ട്, വൈറ്റ്, ബ്ലാക്ക്. പിന്നെ സെപ്പറേറ്റ് ആയിട്ട് വരുന്നതാട്ടോ. അത് ഇതല്ല, പെയറായിട്ട് വരുന്നതല്ല. ഇതിലേക്ക് ടോപ്പുകളൊന്നുമില്ല. മിഡി മാത്രമായിട്ട് കോംബോ ആയിട്ട് വരുന്നതാണ്. 3 മിഡികൾ. ഇനിയുള്ളതൊക്കെ ട്രൗസറാണ്. അതുപോലെ കണ്ടോ, ട്രൗസേഴ്സ് ടീച്ചുണ്ട്, ബ്ലാക്ക് ഉണ്ട്. നല്ല ഭംഗിയാണ്. അവൾക്ക് മിഡി അങ്ങനത്തെ ഉടുപ്പൊക്കെ ഇടുന്നതിലും ഭംഗിയായിട്ടോ ട്രൗസേഴ്സൊക്കെ ഇടുമ്പോൾ. ഗ്രീന് ആൻഡ് ഓഫ് വൈറ്റ്. ഇത്രയാണ്. അടുത്തത് ടോപ്പുകൾ കാണിച്ചുതരാം. ടോപ്പ് സെപ്പറേറ്റ് ആയിട്ട് കോംബോ ആയിട്ട് വരുന്നതാട്ടോ. ഇതൊരു ക്രോപ്പ് ടോപ്പുകളാണ്. ആൻഡ് ഫുൾ നല്ല സൈസ് വരാതെ ചെറിയ രീതിയിൽ വയറൊക്കെ കാണുന്ന രീതിയിലുള്ളവരോ. അതിൽ ഒരെണ്ണം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ സൈഡിൽ ഫോട്ടോ കൊടുക്കാം കേട്ടോ. ഈ പിങ്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ട്. ഹൈനെക്ക് ആയിട്ട്, കയ്യൊന്നുമില്ല, സ്ലീവ്ലെസ് ആണ്. നമുക്ക് ഇതിൽ ഏത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഇതല്ലാതെ വേറെ ജീൻസ് വേണമെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. എങ്ങനെ പെയർ ചെയ്യാം. പിന്നെ ഇതാ ഒരു സൈഡിൽ മാത്രം കൈ വന്നെങ്കിൽ. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് കണ്ടോ, യെല്ലോനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും ഇങ്ങനെ ക്രോസ് ആയിട്ട് ഇങ്ങനെ വരും. ഒക്കെ ചെറിയതാണ്. പിന്നെ ചെറിയ രീതിയിൽ ഇങ്ങനെ വയറ് കാണും. ഇത് വേറൊരു മോഡൽ. കൈയൊക്കെ ഉണ്ടോ, നല്ല കളറല്ലേ. ഇനി ഇതുപോലെ ക്രോപ്പ് ടോപ്പ് 3 വേറെ ഒരു മോഡലിൽ 3 കളറിലുണ്ട് കേട്ടോ. ഇതാണ് ഒരു ചിക്കു കളറ്. എന്താ വൈറ്റ്, ഓഫ് വൈറ്റോ, വൈറ്റ് അല്ലത്, വൈറ്റ്, പ്യുവർ വൈറ്റ് അല്ല, ഒരു ചെറിയൊരു ഓഫ് വൈറ്റ് പോലെ അല്ലേ. വന്നാ ഹലോ, ഗുഡ് മോർണിംഗ്. മോർണിംഗ് അല്ല, ഗുഡ് ഈവനിങ്. ഇത് കാണിച്ചു കൊടുക്കട്ടെ കേട്ടോ. ഓക്കെ. ഫെല്ലക്കുട്ടിൻ്റെ ഡ്രസ്സുകൾ ബ്ലാക്ക്, അത്
ഇനി 2 കൂടെ ഉണ്ട് കേട്ടോ. ഇതൊരു ടോപ്പ് മാത്രം, റെഡ് ഇട്ടുകൊടുത്തപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇതിലേക്ക് വേറെ ഒന്നുമില്ല, എന്ത് വേണമെങ്കിലും നമുക്ക് പെയർ ചെയ്യാം. ജീൻസിൻ്റെ ആണെങ്കിലും അങ്ങനെ. ഇതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഇതാണ്. പക്ഷേ സൈസ് ഇച്ചിരി കൂടുതലാണ്, കുറച്ചും കൂടെ ഒന്ന് വലുതാവാനുണ്ട്. ഇതിങ്ങനെ മുട്ടിന് മുകളിലായിട്ട് വരും, അല്ലെങ്കിൽ മുട്ടിന് ഒപ്പമായിട്ട് വരും. ഫുൾ സ്ലീവ് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഡ്രസ്സ്, ഗ്രാൻഡ് ഡ്രസ്സുകൾ. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണെന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. വാ കല്ലൊക്കെ കരയായിരുന്നു, കുട്ടി കരയായിരുന്നു. ഉമ്മൻ്റെ കുട്ടിൻ്റെ ഡ്രസ്സുകൾ കാണിച്ചു കൊടുക്കാനല്ലോ. ഇതാര് കൊണ്ടുവന്നതാന്ന് പറഞ്ഞു കൊടുത്തേ. ഡ്രസ്സൊക്കെ ആര് കൊണ്ടുവന്നതാ? ആരാ? ചിച്ചു കൊണ്ടുവന്നതാരാ? ചിച്ചു ആരാ? ആരാണ്? ചിഞ്ചുവിനെ ചിച്ചു എന്നാ പറയാം. അപ്പം മിണ്ടണില്ലേ, ഉറങ്ങി നീക്കല്ല. ആരാ കൊണ്ടുവന്നത് ഡ്രസ്സ്? പറഞ്ഞു കൊടുക്കേ. അല്ല, ആരാ ഡ്രസ്സ് കൊണ്ടുവന്നത്? ആരാ ഡ്രസ്സ് കൊണ്ടത് അമ്മ കുട്ടിക്ക്? ആരാണ്? ചിച്ചു ആണെന്നാണ്. വീഡിയോ എടുക്കുമ്പോ ഒരു പ്രത്യേക എന്തെല്ലാം കാണിച്ചു കൂട്ടും. ഞാൻ ഫോണും കൊണ്ട് കണ്ട് വന്നു കഴിഞ്ഞാൽ കുട്ടി പിന്നെ മിണ്ടല. ഭാര്യനെ കുട്ടി മിണ്ടില്ല. ആരാ കൊണ്ടുവന്നു ഡ്രസ്? മിണ്ടൂല. ഉറക്കത്തിന്റെ ഹാങ് ഓവർ കഴിഞ്ഞിട്ടില്ല. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇതിൽ ഏത് ഡ്രസ്സാണ് ഏറ്റവും ഇഷ്ടമായിട്ടുള്ളത് കമന്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഓരോന്ന് ഇട്ടിട്ട് ഞങ്ങൾ ഇനിയുള്ള വീഡിയോയിൽ ഫോട്ടോയിലൊക്കെ വരും അല്ലേ കുട്ടിയെ? അപ്പൊ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ ഉടൻ തന്നെ വരുന്നതായിരിക്കും. അതുവരെയും അസ്സലാമു അലൈക്കും, ബൈ. ഒരു ഫ്ലൈങ് കിസ് കൊടുത്തേ. അതുമില്ലേ, ഒരു ചാറ്റ് പറഞ്ഞേ. ഒരു ഫ്ലൈങ് കിസ് കൊടുക്കേ. ഗുഡ് ഗേൾ. അമ്മച്ചിക്കോ ഒരാൾക്ക് പിന്നെ എല്ലാവർക്കും കൊടുക്കണം. സലാം പറഞ്ഞത്രേ. സലാം പറഞ്ഞോ? സലാം പറ. ഈ കൈ കൊണ്ടല്ലോ സലാം പറയാ. സലാം പറ. ഓക്കെ, ബൈ ബൈ. അസ്സലാമു അലൈക്കും. ബൈ. Ta-da!